എൻകെടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബോട്ട് റോക്കേഴ്സ് 255 എന്ന ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഇത് IPX5 വാട്ടർ പ്രൂഫ് റേറ്റിംഗ് ഉള്ള ഒരു ഹെഡ്സെറ്റാണ്. അപ് ടു 6 hours ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 255. ബോക്സിന് പിറകിലായി കുറച്ച് സ്പെസിഫിക്കേഷനുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പിന്നീട് 1 by 1 ആയി പറഞ്ഞു തരുന്നതാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ക്വിക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹെഡ്സെറ്റ് കൂടാതെ ഇതിൽ കുറച്ച് യൂസർ ഗൈഡും കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ചാർജിങ് കേബിൾ കാണാം. ചാർജിങ് അഡാപ്റ്റർ കമ്പനി നൽകിയിട്ടില്ല. കൂടാതെ ഒരു 2 സെറ്റ് ഇയർബഡ്സുകൾ കാണാം. നിങ്ങളുടെ ചെവിക്ക് അനുയോജ്യമായ സൈസിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഒരു യൂസർ ഗൈഡാണ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാം ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ വരുന്നത് അവരുടെ തന്നെ ഓരോ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു ഷീറ്റാണ്. ഇതുകൂടാതെ പിന്നെ ഒരു 1 year ഒരു വാറണ്ടി കാർഡ് നൽകുന്നുണ്ട്. 1 year ഈ പ്രോഡക്റ്റിന് കമ്പനി നൽകുന്ന വാറണ്ടി. ഇനി നമുക്ക് ഹെഡ്സെറ്റ് ഒന്ന് എടുത്തു നോക്കാം. ഹെഡ്സെറ്റ് അത്യാവശ്യം പ്രീമിയം ലുക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു പാക്കിങ്ങിലാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൻ്റെ വലതുഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഫങ്ഷൻസ് കീ എല്ലാം കൊടുത്തിട്ടുള്ളത്. സെൻറ്റർ ഭാഗത്തായി പവർ ബട്ടണും മുകളിലായി വോളിയം കൂട്ടാനുള്ള ബട്ടണും താഴെയായി വോളിയം കുറയ്ക്കാനുള്ള ബട്ടണുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് താഴെയായിട്ടാണ് ഇതിൻ്റെ മൈക്ക് ഹോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടതുഭാഗത്തായി ബോട്ടിൻ്റെ ഓരോ ലോഗോ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇവർ ഇതിൻ്റെ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇടതുഭാഗത്ത് വേറെ സ്വിച്ചുകളും കാര്യങ്ങളും ഒന്നും നൽകിയിട്ടില്ല. വലതുഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ടും നൽകിയിട്ടുള്ളത്. ചാർജ് ചെയ്യാൻ മുഴുവനായി ചാർജ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ 1.5 മണിക്കൂറാണ് ഇത് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം. ഫുൾ ചാർജ് ആയാൽ അപ് ടു 6 hours നിങ്ങൾക്ക് മ്യൂസിക് പ്ലേബാക്ക് ഈ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം തിൻ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇയർ പീസുകൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇത് ഒരു മെറ്റാലിക് ബിൽഡ് ക്വാളിറ്റിയാണ് കമ്പനി ഇയർ പീസുകൾക്ക് നൽകിയിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ പിറകിലായി മാഗ്നറ്റിക് അറ്റാച്ചർ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ചെവിയിൽ നിന്നും റിലീസ് ചെയ്ത് ഇത് രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്ത് തൂക്കിയിടാവുന്നതാണ്. കൂടാതെ ഇതിൽ എക്സ്ട്രാ ഒരു ഇയർ സപ്പോർട്ട് കൂടെ കമ്പനി നൽകിയിട്ടുണ്ട്. ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇതിൽ നിന്നും എടുത്തു കളയാവുന്നതാണ്. ഇതിൻ്റെ കേബിൾ ഒരു ഫ്ലാറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു മൈനസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സ്ട്രാപ്പ് പക്ക ഫ്ലെക്സിബിളാണ്. നമ്മുടെ സാംസങ്ങിൻ്റെ ലെവലിയോ ഒക്കെ ആയി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതൊരു ബൾക്കി ഡിസൈനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഇത് 3 കളർ വേരിയൻറ്റുകളിൽ ഹെഡ്സെറ്റ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, റെഡ് ആൻഡ് ഗ്രീൻ എന്നിങ്ങനെ 3 വേരിയൻറ്റുകളിൽ ഹെഡ്സെറ്റ് അവൈലബിൾ ആണ്. ഹെഡ്സെറ്റിൻ്റെ ബോക്സിന് പിറകിലായി ബ്ലൂടൂത്ത് വേർഷൻ 4.1 മാഗ്നറ്റിക് ലോക്ക്, A2DP ഓഡിയോ ടെക്നോളജി, IPX5 സ്വിഫ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ്, HD സൗണ്ട് വിത്ത് എക്സ്ട്രാ ബാസ്, കണക്ട് 2 ഡിവൈസ് സൈമൾട്ടേനിയസ്ലി, അതായത് നമുക്ക് 2 ഫോണുകൾ ഒരേ സമയത്ത് ഈ ഹെഡ്സെറ്റിന് കണക്ട് ചെയ്യാം. CVC നോയ്സ് ക്യാൻസലേഷൻ, അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വലിയൊരു സെറ്റപ്പ് ഒന്നും തോന്നുന്നില്ല. 10mm ഡൈനാമിക് ഡ്രൈവ്, അപ് ടു 6 hours ബാറ്ററി ബാക്കപ്പ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്റർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡയൽ ചെയ്ത കോൺടാക്റ്റിലേക്ക് കോൾ പോവുകയും ഇത് ഒരു 2 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓപ്പൺ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ മൈനസ് ബട്ടൺ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്ക് പ്ലേ ആവുകയും പ്ലസ് ബട്ടൺ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്ക് പ്ലേ ആവുകയും ചെയ്യും. ഇതിൻ്റെ ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബേസ് ഈ ഹെഡ്സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ചില വോക്കൽ സൗണ്ടുകളും ഇൻസ്ട്രുമെൻറ്റ് സൗണ്ടുകളും എല്ലാം നമുക്ക് കുറച്ച് സൗണ്ട് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയ മൈനസ് പോയിൻ്റാണ്. നിങ്ങളൊരു ബാലൻസ്ഡ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല ഹെഡ്സെറ്റും ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇതിൽ എക്സ്ട്രാ ഇയർ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചെവിയിൽ നിന്ന് ചാടിപ്പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ചെവിയിൽ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ വില ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വരുന്നത് 1499 രൂപയാണ്. ചില സമയങ്ങളിൽ ഇത് കുറയാനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്നും ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ ഹെഡ്സെറ്റിൻ്റെ ബ്ലൂടൂത്ത് ഓഡിയോ റേഞ്ച് എത്രത്തോളം കിട്ടുമെന്ന് ശ്രദ്ധിക്കാം. അതിനായി ഞാൻ ക്യാമറയിലാണ് ഓഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ഹെഡ്സെറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ മൈക്ക് വെച്ച് ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. എത്രത്തോളം കിട്ടുമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത്യാവശ്യം ഒരു സ്റ്റെക്കൊക്കെ വരുന്നതായിട്ട് കാണാം. ഏകദേശം ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 50 മീറ്റർ പിന്നിട്ടിട്ടുണ്ട്. ഏകദേശം ഇത്ര ദൂരമാണ് കിട്ടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് NK Tech.